നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കെ സുധാകരനെ ആവർത്തിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ. മാധ്യമപ്രവർത്തകൻ ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും എം ഹസൻ. ആയിരം ലിറ്റർ സ്പിരിറ്റ് വേട്ട, ഓടിപ്പോയ പ്രതികൾ കസ്റ്റഡിയിൽ. അതിസാഹസികമായി പിടികൂടിയത് CI ബിനുമോഹനും സംഘവും. പിടിയിലായത് സ്പിരിറ്റിലെ മുഖ്യ കണ്ണികൾ. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ. അധ്യാപന ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം തട്ടിയെടുത്തതായി പരാതി. സുധാകരനെതിരായ വിജിലൻസ് കേസിലെ പരാതിക്കാരനാണ് പ്രശാന്ത് ബാബു. വാർത്തകൾ വിശദമായി. കെ സുധാകരനെ CPM-ഉം സർക്കാരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് എം ഹസൻ. DCC ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുധാകരനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് എം ഹസൻ. സുധാകരനെതിരെ കള്ളക്കേസുകളാണ് ചുമത്തിയിരിക്കുന്നത്. KPCC പ്രസിഡന്റ് സുധാകരനെതിരെ ആദ്യം ഒരു കള്ളക്കേസെടുത്തു, വീണ്ടും ഒരു കള്ളക്കേസെടുക്കാൻ ശ്രമിച്ചു. CPM സെക്രട്ടറി ME ഗോവിന്ദന്റെ ശ്രമം വിഫലമായി പോയി. പോസ്കോ കേസിൽ അദ്ദേഹത്തെ ബന്ധപ്പെടുത്താൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിനെതിരായി കേസെടുക്കുകയാണ്. ആവർത്തിച്ച് കള്ളക്കേസുകൾ എടുത്ത് സുധാകരന് രാഷ്ട്രീയ പകവീട്ടാനും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനുമാണ് LDF ഗവൺമെന്റും മാർക്സിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നതെങ്കിൽ വളരെ ശക്തമായി അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ രാഷ്ട്രീയമായും നിയമപരമായും കോൺഗ്രസും UDF-ഉം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. മാധ്യമപ്രവർത്തകൻ ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും എം ഹസൻ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം നടക്കണം. ശക്തിധരന്റെ ആരോപണം ശരിയോ തെറ്റോ എന്ന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും എം ഹസൻ കൂട്ടിച്ചേർത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ശ്രീപുരത്ത് നിന്നും സ്പിരിറ്റ് പിടികൂടിയ കേസിൽ രക്ഷപ്പെട്ട പ്രതികളെ ടൗൺ പോലീസ് അതിസാഹസികമായി പിടികൂടി. ടൗൺ CI ബിനുമോഹനും സംഘവുമാണ് കർണാടക അതിർത്തിയിൽ മഞ്ചേശ്വരത്ത് നിന്നും പ്രതികളെ പിടികൂടിയത്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ബിനുമോഹനും സംഘവും മഞ്ചേശ്വരത്ത് നിന്നും സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത്. പ്രതി അരവിന്ദന്റെ ഡ്രൈവറാണ് പിടിയിലായ അൻസിഫ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സ്പിരിറ്റ് കടത്തിയ ഇന്നോവ കാർ പോലീസ് പള്ളിക്കുന്ന് ശ്രീപുരം സ്കൂളിന് സമീപത്തു നിന്നും പിടികൂടിയത്. പ്രതികൾ അന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 20 വർഷമായി കർണാടക കേരളം അതിർത്തി വഴി സ്പിരിറ്റ് കടത്തിലെ പ്രധാനിയാണ് പിടിയിലായ കുഞ്ചത്തൂർ സ്വദേശി അരവിന്ദ് എന്ന് പോലീസ് പറഞ്ഞു. അയാളുടെ സഹായി ഡ്രൈവർ കൂടിയായ തൃശൂർ തെക്കേ പൊന്നിയൂർ സ്വദേശി അൻസിഫ് എന്ന അനൂപിനെയുമാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ MDMA-യുമായി 3 പേർ പിടിയിൽ. ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തെ കണ്ണൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സിനു കോയില്യത്തും സംഘവുമാണ് അറസ്റ്റ് ചെയ്തത്. താണ സാധു കല്യാണ മണ്ഡപത്തിന് സമീപത്തുള്ള കെട്ടിടത്തിന്റെ വരാന്തയിൽ വെച്ചാണ് 2.949 ഗ്രാം MDMA-യുമായി കല്യാശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാനിഫ്, M രജീഷ്, ഇരിക്കൂർ സ്വദേശി ഇസ്മായിൽ VV എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന സംഘമാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് വിതരണത്തിനായി കണ്ണൂരിലെത്തിയ ഇവരെ അതിസാഹസികമായാണ് കണ്ണൂർ എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷാനിഫ് എന്നയാൾ സംഭവസ്ഥലത്തു നിന്നും ഓടിപ്പോയതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രിവന്റീവ് ഓഫീസർ ബിജു CK, ദിനേശൻ PK, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുഹൈൽ PP, റിഷാദ്, സജിത്ത് M, ഗണേഷ് ബാബു, നിഖിൽ P, സീനിയർ എക്സൈസ് ഡ്രൈവർ അജിത് C, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഷൈമ KV എന്നിവരും ദൗത്യസംഘത്തിലുണ്ടായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുധാകരനെ ആവർത്തിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ. മാധ്യമപ്രവർത്തകൻ ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും എം ഹസൻ. ആയിരം ലിറ്റർ സ്പിരിറ്റ് വേട്ട, ഓടിപ്പോയ പ്രതികൾ കസ്റ്റഡിയിൽ. അതിസാഹസികമായി പിടികൂടിയത് CI ബിനുമോഹനും സംഘവും. പിടിയിലായത് സ്പിരിറ്റിലെ മുഖ്യ കണ്ണികൾ. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ. അധ്യാപന ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം തട്ടിയെടുത്തതായി പരാതി. സുധാകരനെതിരായ വിജിലൻസ് കേസിലെ പരാതിക്കാരനാണ് പ്രശാന്ത് ബാബു.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wayanad Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ രംഗത്ത്. മകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുത്തതായി സത്യവതി പറഞ്ഞു. 2018 കേസിനാസ്പദമായ സംഭവം നടന്നത്. മകൾക്ക് മൊറാഴ സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് വീട്ടമ്മ സത്യവതി ആരോപിച്ചു. പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് പ്രശാന്ത് ബാബു ചെയ്തിരുന്നതെന്നും സത്യവതി പറഞ്ഞു. സുധാകരനെതിരായ വിജിലൻസ് കേസിലെ പരാതിക്കാരനാണ് പ്രശാന്ത് ബാബു. പ്രശാന്ത് ബാബുവിനാണ് കൊടുത്തത്. പ്രശാന്ത് ബാബുവിന് പിന്നെ നമുക്ക് അറിയുന്ന ഒരാള് പരിചയപ്പെടുത്തിയ, എനിക്ക് ഇയാള് ഇങ്ങനത്തെ തട്ടിപ്പുകാരനാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. അതല്ലേ വിഷമം. ഇപ്പൊ ഇന്നലെ ഞാൻ ഈ TV ചാനലിൽ ഇത് കണ്ടപ്പോഴാണ് പിന്നെ ഇയാളെ ഇങ്ങനെ ഇത് നമുക്ക് വെറുതെ വിടാൻ പറ്റൂല, എങ്ങനെയെങ്കിലും അവനൊക്കെ പൈസ തിരിച്ച് കിട്ടണം എന്നുള്ള ഒറ്റൊരിതാ. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ പൈസയാണ്. അതാണ് എങ്ങനെയല്ലോ ഈ കടയെല്ലാം കുറേ വീടാനുണ്ട്, കുറേ കാര്യങ്ങൾ എനക്ക് ചെയ്യാനുണ്ട്. എനിക്കാണെങ്കിൽ വയസ്സായി 77 വയസ്സ്. അപ്പൊ ഞാൻ ഉള്ള സമയത്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, എന്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടിക്ക് ഒരു ജോലിയും ഇല്ലാണ്ട് ഇപ്പൊ ഈ രാവിലെ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ആ കുട്ടി വന്നതാണ്. ഒന്നും ശരിയാകുന്നില്ല. പോലീസിലെല്ലാം പരാതി കൊടുത്തിന്. പോലീസ് വല്ല ഇയാളെ വിളിക്കും. അപ്പം പറയും 2 മാസത്തില് 2 ലക്ഷം വീതം നിങ്ങൾക്ക് പൈസ തരും, നിങ്ങൾക്ക് പൈസ തന്നിട്ട് ഞാൻ തീർക്കും, തരാതിരിക്കൂല. അപ്പൊ അയാള് പൈസയും തരുന്നില്ല, ഒന്നുമില്ല. പോലീസുകാരും പിന്നെ ഇയാളെ വിളിക്കും. നമ്മളെ മുമ്പ് തന്നെ ഇയാളെ വിളിപ്പിക്കലുണ്ട്. പക്ഷെ വിളിപ്പിച്ചിട്ടാണെങ്കിൽ അയാള് ഇങ്ങനെ പറയും, 2 മാസം കൊണ്ട് കൊടുക്കും, ഓരോ മാസം കൊടുക്കും, ഓരോ മാസം കൊടുക്കും. പക്ഷെ ഒറ്റ പൈസ നമുക്ക് തന്നിട്ടുമില്ല. അതാണ്. കണ്ണോത്തഞ്ചാൽ സ്വദേശിയാണ് സത്യവതി. ഗഡുക്കളായാണ് സത്യവതി പ്രശാന്തിന് പൈസ കൈമാറിയത്. പണം തിരികെ ആവശ്യപ്പെട്ടാൽ പോലീസിൽ പരാതി നൽകാനാണ് പറഞ്ഞത്. 2020 ടൗൺ സ്റ്റേഷനിലാണ് ആദ്യമായി പരാതി നൽകിയത്. പണം ആവശ്യപ്പെടുമ്പോഴൊക്കെ ഗുണ്ടകളെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞു. പ്രശാന്ത് ബാബുവിന്റെ കൂടെ പോയി സ്കൂളിൽ മാനേജറായ അധ്യാപകനെ കണ്ടിരുന്നു. KSTയിൽ അംഗത്വമെടുക്കാനാണ് അന്ന് അദ്ദേഹം പറഞ്ഞതെന്നും യുവതി പറഞ്ഞു.
ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി രജീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരികെ എത്തിച്ചു. കേരളത്തിലേക്ക് തോക്ക് കടത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായിരുന്നു രജീഷിനെ. കേരളത്തിലേക്ക് തോക്ക് കടത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്ത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ടി കെ രജീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിച്ചു. ഇന്നലെ പുലർച്ചെയോടെയാണ് ബംഗളൂരു പോലീസ് ഇയാളെ കണ്ണൂരിലെത്തിച്ചത്. ബംഗളൂരു പോലീസ് കസ്റ്റഡിയിലെടുത്ത് 14 ദിവസം പിന്നിട്ടിട്ടും രജീഷിനെ തിരിച്ചെത്തിക്കുമെന്നതിൽ കേരള പോലീസും ജയിൽ വകുപ്പിനും അറിവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 13 വൈകിട്ട് 4:30 ബംഗളൂരു കമൺ പാർക്ക് പോലീസ് ഇൻസ്പെക്ടറുടെ പോലീസ് സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി രജീഷിനെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് രജീഷിനെ കുറിച്ചുള്ള ഒരു വിവരവും ബംഗളൂരു പോലീസ് കേരളത്തിന് കൈമാറിയില്ല. ആയുധക്കടത്തായതിനാൽ പോലീസ് ഗൗരവത്തോടെയാണ് കേസ് പരിഗണിക്കുന്നത്. തോക്കുകടത്ത് കേസിലെ പ്രതി മലയാളിയായ നീരജ് ജോസഫിന്റെ മൊഴിയുടെ ഭാഗമായി രജീഷിനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കിഴുന്ന സൗത്ത് UP സ്കൂളിൽ ഓർമ്മച്ചപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. വിമുക്തി മിഷൻ അംഗവും കണ്ണൂർ എക്സൈസ് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസറുമായ KU ഷാജിദ് ക്ലാസുകൾ നയിച്ചു. കിഴുന്ന സൗത്ത് UP സ്കൂളിലെ 1982 പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ നേതൃത്വത്തിലാണ് സാർവദേശീയ ലഹരിമുക്ത ദിനത്തിൽ സ്കൂളിലെ മുതിർന്ന കുട്ടികൾക്ക് ക്ലാസ് സംഘടിപ്പിച്ചത്. തലവേദന മറ്റുള്ളതെല്ലാം വരും. അതും നമ്മളെ ഒരു ലഹരിയായിട്ടാവുന്നത്. ഈ ലഹരി എന്ന വസ്തുത ഒരിക്കൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനുള്ള നമുക്കുള്ളൊരു മനസ്സ് വരില്ല. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്ന സംഭവം പോവരിയായിക്കോട്ടെ മറ്റുള്ള എന്തായിക്കോട്ടെ ഒന്നും ഉപയോഗിക്കാതെ നല്ല മനസ്സിനായി നല്ല ഒരു കൂട്ടുകാരെ നമ്മളിപ്പോൾ ചെയ്യുമ്പോഴുള്ള എല്ലാവിധ ലഹരി വിഭക്തുകളെക്കുറിച്ച് അവബോധം വരുത്തുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു R, ഓർമ്മച്ചപ്പ് പ്രസിഡന്റ് സുരേഷ്, സെക്രട്ടറി മണി, മറ്റു പ്രതിനിധികൾ, സ്കൂളിലെ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. തലശ്ശേരി സേക്രഡ് ഹാർട്ട്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നെ നടന്നത്. നിരവധി വിദ്യാർത്ഥികൾ ഈറനണിഞ്ഞ കണ്ണുമായാണ് എക്സൈസ് ഓഫീസർ സമീർ ധർമ്മടത്തിന്റെ വാക്കുകൾ ശ്രവിച്ചത്. ലിയനാർഡോ ഡാവിഞ്ചി വരച്ചിട്ടുണ്ടാവില്ല ചിത്രം, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കോ. ഈ ചിത്രം ഹൃദയത്തോടാണ് ചേർത്ത് വെച്ചത് അധ്യാപകർ. ഇതാണ് ലഹരി. ജൂൺ 26 സന്ദേശത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലഹരി പകരം വെക്കാനില്ലാത്ത സുന്ദരമായ ലഹരി. ഈ ലഹരിക്ക് പകരം മറ്റൊരു ലഹരിയില്ല എന്നും ഗവൺമെന്റിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇതുപോലെ അമ്മയും അച്ഛനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ലഹരിയുടെ സുന്ദരമായ ലഹരി പറയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലൈഫ് ഭവന പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകൈയോടെ ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തണമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. കതിരൂർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിൽ പൂർത്തിയാക്കിയ 25 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മാത്രം ലൈഫിന്റെ സമ്പൂർണ്ണ ലക്ഷ്യം കൈവരിക്കാൻ കഴിയില്ല. മറ്റ് മിഷനുകളിൽ ഉണ്ടായത്ര ജനപങ്കാളിത്തം ലൈഫ് പദ്ധതിയിൽ ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്താൽ ഇത് സാധ്യമാക്കാനാകുമെന്നും സ്പീക്കർ പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലും ജനകീയ പങ്കാളിത്തം ഉണ്ടാവണം. നിർഭാഗ്യവശാൽ വേണ്ടത്ര ജനകീയ പങ്കാളിത്തം ഇക്കാലത്തിൽ ഉണ്ടായിട്ടില്ല. ആർദ്രം പദ്ധതിയോട് എങ്ങനെയാണോ ജനങ്ങൾ സഹകരിച്ചത്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തോട് എങ്ങനെയാണോ ജനങ്ങൾ സഹകരിച്ചത്, ആ ഒരു തോതിലെ പിന്തുണ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ജനങ്ങൾ നല്ലതുപോലെ സഹകരിക്കണം. നമുക്ക് ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തി ദരിദ്രനായ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കലാണ്. അങ്ങനെ ദരിദ്രനായ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പ്രവർത്തനത്തിന് പ്രാദേശികമായ വാർഡ് പരിധിയിലെ കൗൺസിലറെയും മെമ്പറെയും അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും യോജിപ്പിച്ച് നമുക്കൊരു വീട് വെച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ MV ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സാവിത്രി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MC പവിത്രൻ, പൊന്നിൻ കൃഷ്ണൻ, ബഷീർ ചെറിയാണ്ടി, KV രജീഷ്, സെക്രട്ടറി മുന്ന P സദാനന്ദ്, അസിസ്റ്റന്റ് സെക്രട്ടറി G സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.
കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച പ്രതിപക്ഷ സംഘടനകളുടെ ബോർഡുകൾ യൂണിവേഴ്സിറ്റി അധികൃതർ എടുത്തുമാറ്റി. ഏകപക്ഷീയമായ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സർവകലാശാല രജിസ്ട്രാറെ ഉപരോധിച്ചു. പ്രതിപക്ഷ സംഘടനകളുടെ നോട്ടീസ് ബോർഡുകൾ എടുത്തുമാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരുടെ സംഘടന രജിസ്ട്രാറെ ഉപരോധിച്ചത്. യൂണിവേഴ്സിറ്റി സ്റ്റാഫ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം. ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. ബോർഡെല്ലാം ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏതൊരു ഓഫീസിലും ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഒരു ബോർഡ് വെക്കാൻ പാടില്ല രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ സിൻഡിക്കേറ്റ് ഡിസിഷൻ പറയുന്നത് 3 ബോർഡ് വെക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവർ VC ഉത്തരവ് മുഴുവൻ ബോർഡുകൾ മാറ്റുന്നുണ്ട്. സെക്യൂരിറ്റി സർവകലാശാലയ്ക്കുള്ളിലെ ബോർഡുകൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നീക്കം ചെയ്തതിൽ പ്രതിഷേധം ശക്തമാണ്. അതേസമയം ബോർഡ് നീക്കം ചെയ്തത് VCയുടെ നിർദ്ദേശപ്രകാരമാണെന്ന നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് സർവകലാശാല. ഉപരോധം മണിക്കൂറുകളോളം നീണ്ടുനിന്നു. തുടർന്ന് ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തലശ്ശേരിയിൽ അമ്മയും കുഞ്ഞും ആശുപത്രി 18 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് AN ഷംസീർ. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ AN ഷംസീർ. അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും ആവേശകരമായ ജനകീയ സഹകരണമാണ് ഉണ്ടായത്. കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഈ മാതൃകയുടെ പ്രയോക്താവ്. ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കാലതാമസം ഉണ്ടായെങ്കിലും ഇപ്പോൾ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞുവെന്നും സ്പീക്കർ പറഞ്ഞു. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ഒരു മിതമായ നിരക്കിലാണ് നമുക്ക് നൽകിയത്. അപ്പം അങ്ങനെ വരുമ്പം അതിന്റെ ടെക്നിക്കൽ ക്ലിയറൻസ് ഉൾപ്പെടെ കിട്ടി വരുമ്പോഴേക്കും സമയം കുറച്ചെടുത്തു. ഇന്ന് അതിന്റെ പ്രവർത്തനം ഒരാളുകൾ ആരംഭിച്ചിരിക്കുന്നു. പൈലിംഗ് പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 18 മാസം കൊണ്ട് അമ്മയും കുഞ്ഞും ആശുപത്രി തലശ്ശേരിയിൽ യാഥാർത്ഥ്യമാകും. അമ്മയും കുഞ്ഞും ആശുപത്രിക്കും ഇതിന് സമാനമായ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുള്ള ഫണ്ട് സ്വരൂപണം നടത്തിയത്. തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് അതേ സ്ഥലത്ത് വികസനം വഴിമുട്ടിയ നിലയിലാണ്. അതുകൊണ്ട് ജനറൽ ആശുപത്രി പൂർണ്ണമായി കണ്ടിക്കലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിന് അടുത്ത് തന്നെയാണ് മലബാർ ക്യാൻസർ സെന്റർ പ്രവർത്തിക്കുന്നത്. 16 നിലകളിൽ മികച്ച നിലയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെയുള്ള ക്യാൻസർ ചികിത്സാ സൗകര്യം MCCയിൽ ഒരുങ്ങുകയാണ്. അതോടെ ഈ മേഖല മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും സ്പീക്കർ പറഞ്ഞു. ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള വികസനത്തിന് ജനകീയ സഹകരണം കൂടി ആവശ്യമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ അധ്യക്ഷത വഹിച്ചു. ചോക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ, പന്ന്യന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP രമ, ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT റംല, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NS ഫൗസി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK നിഖിൽ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ PP സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി TV സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ജീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. NCP കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും മണിപ്പൂർ മുഖ്യമന്ത്രിയായ ബിരോൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് K സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി മനുഷ്യർ കൊല്ലപ്പെടാനും ആയിരങ്ങൾ സ്വദേശം വിട്ട് പലായനം ചെയ്യാനും കാരണമായ മണിപ്പൂർ കലാപ വിഷയത്തിൽ അധികാരികൾ നിസ്സംഗത വെടിയണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. NCP സംഘടനാ ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഓരോ ദിവസവും കാണുകയാണ്. നികൻപള്ളികൾ ഇതിന്റെ മറവിൽ കത്തിച്ച സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, BJP കഴിഞ്ഞ കുറെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് കുറുക്ക് വഴികളിലൂടെ അധികാരത്തിൽ വരിക എന്നുള്ള തന്ത്രമാണ് BJP അടുത്ത കാലത്ത് കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്തൻ മുരിക്കോളി, K മുകുന്ദൻ മാസ്റ്റർ, PT സുരേഷ് ബാബു, K ശശിധരൻ നമ്പ്യാർ, K ലീലാമ, U മുരളീധരൻ നായർ, K മുസ്തഫ, K സത്യൻ, ശിവദാസൻ, P ദുർഗാദാസ്, K ഷമീർ മാങ്ങാടിടം തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. അടിയന്തരാവസ്ഥയുടെ 48ാം വാർഷിക ദിനത്തിൽ ജനതാദൾ S കണ്ണൂർ ജില്ലാ കമ്മിറ്റി അടിയന്തരാവസ്ഥ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PP ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K മനോജ് അധ്യക്ഷത വഹിച്ചു. രാകേഷ് മന്തമ്പേത്ത്, ബാബുരാജ് ഉളിക്കൽ, C ധീരജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതായിട്ടാണ് ചരിത്രം. ആ അടിയന്തരാവസ്ഥയുടെ ഫലമായിട്ടാണ് ഏകദേശം 10,50,000 കുടിലുകൾ രാജ്യത്ത് നശിപ്പിക്കപ്പെട്ടു.
പ്രത്യേകിച്ചും ഡൽഹി. നേരെ വിവാദമായിരുന്നു ശ്രീ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ ആളുകൾ ചേരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി രംഗത്ത് വരികയും ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെയും സാധാരണക്കാരെയും അതിദരിദ്രരെയും അവിടെ നിന്ന് പിടിച്ചു മാറ്റി, കുടിലുകൾ പൊളിച്ചു മാറ്റി വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് ആ സ്ഥലം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് നമ്മൾ നേരിട്ട് കണ്ട കാര്യം. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5435 രൂപ, പവന് 43,480 രൂപ, വെള്ളി 71 രൂപ 50 പൈസ. കാലാവസ്ഥ. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്കൻ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ വടക്കൻ ഛത്തീസ്ഗഡിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 2 ദിവസം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് വടക്കൻ മധ്യപ്രദേശിലേക്ക് നീങ്ങാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. 27, 29, 30 തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും 27-ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കെ സുധാകരനെ ആവർത്തിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ. മാധ്യമപ്രവർത്തകൻ ശക്തിധരന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും MM ഹസൻ. ആയിരം ലിറ്റർ സ്പിരിറ്റ് വേട്ട, ഓടിപ്പോയ പ്രതികൾ കസ്റ്റഡിയിൽ. അതിസാഹസികമായി പിടികൂടിയത് CI ബിനുമോഹനും സംഘവും. പിടിയിലായത് സ്പിരിറ്റിലെ മുഖ്യ കണ്ണികൾ. കെ സുധാകരന്റെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിനെതിരെ ഗുരുതര ആരോപണവുമായി വീട്ടമ്മ. അധ്യാപന ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം തട്ടിയെടുത്തതായി പരാതി. സുധാകരനെതിരായ വിജിലൻസ് കേസിലെ പരാതിക്കാരനാണ് പ്രശാന്ത് ബാബു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.